ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 7 തീയതിയിലത്തെ വിശേഷം. ഇന്നത്തെ ദിവസം ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാ വനിതകൾക്കും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 90% പേരും വനിതകളായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വുമൻസ് ഡേ ആശംസകൾ കേട്ടോ. ഹാപ്പി വിമൻസ് ഡേ. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് ഞങ്ങളൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നേരത്തോടെ എണീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളൊക്കെ എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നേരത്തെ കിടക്കാൻ പറഞ്ഞെങ്കിലും പറ്റിയില്ല. വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ നേരം പൂട്ടോ. അങ്ങനെ രാവിലെ വേഗം പിടഞ്ഞ് അത്യാവശ്യ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണ് നമ്മൾ ബ്രെഡും സ്റ്റൂ തലേ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രെഡ് രാവിലെ വേറെ പണികളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആദ്യം നമ്മൾ ചാക്കോച്ചനെ കൊണ്ടുവന്നാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർസും അതിൽ നേരത്തോടെ എണീറ്റുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ കളി തുടങ്ങി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തോന്നും പോണ സമയമാകുമ്പോഴാണ് ഡ്രസ്സ് മാറി താഴേക്ക് അധിക ഭാഗം ഇറങ്ങുക. എന്നാലും എന്താ പറയുക, കുറച്ച് നേരത്തെ എണീക്കും. 9:30 പോവാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേഗം എണീറ്റ വഴിക്ക് എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ സ്ഥിരം നിങ്ങൾ കണ്ടിട്ടുണ്ട്, എവിടേക്കെങ്കിലും പോണതിന് മുമ്പായിട്ട് ഞാൻ ഡ്രസ്സും അതിനുള്ള ഓർണമെൻറ്റ്സും റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ബെഡ്റൂമിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോഴാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ കൂടിയ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അത് വൈകും. പിന്നെ പോണ നേരത്ത് ഡ്രസ്സ് തപ്പാന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ അയൺ ചെയ്ത് അലക്കി കഴിഞ്ഞ് അയൺ ചെയ്യാനുള്ളതൊരു വശത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് കൊണ്ടുപോയി അയൺ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് മാത്രമാണ് അയൺ ചെയ്യുക. ബോട്ടത്തിന് അത്രയും വലിയ ചുക്കി ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ സെറ്റിനല്ല, ഒരു പീസിനാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കൊരു സെറ്റിനാണ് കാശ്, ഇപ്പോൾ ഒരു പീസിന് ഇവിടെ 13 രൂപയാണ്. അപ്പോൾ ഒരു സെറ്റ് അയൺ ചെയ്യണമെങ്കിൽ 26 രൂപയാണ് വരിക. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കുന്നത് വെച്ചാൽ, അത് വേണ്ട, പാൻറ്റ് അതേ വടിവിലാണ് നമ്മൾ വാഷ് ചെയ്ത് ഇടുമ്പോൾ അതിൻ്റെ ഭംഗി പോലെ ഇട്ടാൽ മതി. നമുക്കൊന്ന് അയൺ ചെയ്യാവുന്ന കാര്യമുള്ളൂ. വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. ടോപ്പ് ആകുമ്പോഴാണ് അത് മടക്കി വെച്ച് അതിന് അതിൻ്റേതായ അവർ തേച്ചാൽ അത് അത്രയും ഭംഗിയിൽ നിൽക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. സൗകര്യമുള്ളവരൊക്കെ സ്വയം തേക്കണം. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണിൻ്റെയും ഡിവൈൻ തന്നെയാണ് തേക്കാറ്. ഞാനാണ് ഈ പണി ചെയ്യണത്. ഞാൻ ഡിവൈനോട് പറയും എപ്പോഴും അയൺ ചെയ്യാൻ കൊടുത്തതെന്ന്. അപ്പോൾ വേണ്ട എന്ന് പറയും, വല്ലപ്പോഴും ഇടുന്നത്. പിന്നെ ഡോണൊക്കെ ടീഷർട്ടുകളാണ്, വല്ലപ്പോഴാണ് ഒരു ഷർട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മിക്കവാറും ഡ്രൈ ക്ലീനിങ് അല്ലെങ്കിൽ ഡിവൈൻ അയൺ ചെയ്യാട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇതാണ്, നമുക്ക് വല്ലയിടത്തേക്കും പോകണമെങ്കിൽ ആ നേരത്തെ തിരക്കും ബഹളമൊന്നും വേണ്ട, ഈ സംഭവം അങ്ങോട്ട് നേരെ എടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഒരു സെറ്റ് ബ്രെഡും ബട്ടറും കഴിച്ചു, പിന്നെ ബ്രെഡും സ്റ്റൂവും കഴിച്ചു, പിന്നെ പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പൂരി എടുത്തിട്ടാണ് കഴിച്ചത്. എനിക്ക് എന്തോ പൂരിയോട് ഒത്തിരി ഇഷ്ടം കൂടുതലാണ്. എന്ന് വെച്ചിട്ട് ഫുൾ ടൈം പൂരി കഴിക്കാനല്ല, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ദിവസങ്ങളുണ്ടെങ്കിൽ ഞാൻ പൂരി. അപ്പോൾ നല്ല സൂപ്പർ സ്റ്റൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഡിംപിളാണോ ഡിവൈനാണോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കിയത്. അപ്പം ഉമ്മ കൊടുക്കാൻ നിന്നപ്പോൾ ഡിവൈൻ പറയും, മമ്മി വേണ്ട, ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവണ്ട, കാരണം ഡിവൈൻ്റെ ചാനലിൽ കിട്ടിയത് തോമും പാച്ചും കൂടി ഉമ്മ വയ്ക്കണതിനുള്ള സംഭവത്തിനാണ് സ്ട്രൈക്ക് കിട്ടിയത്. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ നോ പറയണോടത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എതിര് പറയണവരെ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. അങ്ങനെ ഓർത്തതാണ് യൂട്യൂബ് ചാനലുകാരെ കേട്ടോ. അങ്ങനെ ഈ കവർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തുട്ടാണോ, അതിൽ 2 കുട്ടികളുടെ ടിഫിൻ ബോക്സ്, എക്സ്ട്രാ ഒരു ടിഫിൻ ബോക്സ്, സ്നാക്ക് ബോക്സ്. ടിഫിൻ ബോക്സ് അല്ല, സ്നാക്സിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10:30 ഷോ, 10:50 അങ്ങോട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും 2:30 അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ 2:30. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം മിസ്സിനോട് പറയുകയാണ് ചെയ്യുക, കുട്ടികളെ അവിടെ എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. കാരണം അവരെയും കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. അപ്പോൾ അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പതിവ് പോലെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സെൽഫി എടുത്തത്. ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. കാരണം നിങ്ങൾ ചോദിക്കും, ആൻറ്റിയുടെ വോയിസ് മാത്രമേ കേൾക്കുള്ളൂ, ഇടയ്ക്ക് ഫേസ് ഒന്ന് കാണിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി പിള്ളേർസിനെയും കൊണ്ട്. അപ്പോൾ അവർക്കൊരു മടിയുമില്ല, അല്ലെങ്കിൽ അവർ നമ്മളിങ്ങനെ പോണേന്ന് ഒന്നും ചോദിച്ചില്ല. ഞങ്ങളിങ്ങനെ എന്താ പറയുക, വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു ദിവസം കിട്ടുക. എല്ലാവർക്കും ശനിയും ഞായറും കിട്ടുമ്പോൾ ഞങ്ങൾ തിരിച്ചാണ്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസങ്ങൾ കുട്ടികൾ ക്ലാസ്സിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ബേബി സണ്ണിൽ ഇറങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്നും ബേബി സണ്ണിൽ ഇറങ്ങി വഴിക്ക് അവർ ഇങ്ങോട്ട് ചോദിച്ചു, ക്രീം ബണ്ണും ഫ്രൂട്ടി അല്ലേ ആൻറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയാം പാച്ചുവിൻ്റെ ബോക്സിൽ എന്ത് വെക്കണം, തോമുവിൻ്റെ ബോക്സിൽ എന്ത് വെക്കണം എന്ന്. കാരണം എക്സ്ട്രാ ടൈം അവിടെ ഇരുത്തുന്ന ദിവസങ്ങളിൽ അവിടെ നിന്ന് അവർ മറ്റേ സ്നാക്ക് ബോക്സിൽ
വെക്കുക ചെയ്യുക. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പേയ്മെൻറ്റ് വരെ കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ ഫോണിൽ ആ സമയത്ത് റേഞ്ച് ഇല്ലാണ്ട് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും അപ്പോൾ ഞാൻ മടങ്ങി വരുമ്പോൾ അത് നാളെ കേട്ടോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഓക്കെ പറഞ്ഞു. കാരണം നമ്മൾ സ്ഥിരം അവിടെ പോകുന്നവർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രായമുണ്ട് ആ ഒരു ബേബി സൺ എന്ന് പറഞ്ഞ ബേക്കറിക്കും അവിടെ ഉള്ളവരുമായിട്ടുള്ള പരിചയവും. അപ്പോൾ അത്രയും അടുപ്പുള്ളത് കൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കുട്ടികളെ 2 പേരെ അവിടെ ആക്കി അവരെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് തന്നു. അപ്പോൾ ഇവിടെയാണ് പോൾസൺ പാപ്പൻ്റെ വീടായിരുന്നത് കേട്ടോ, അയ്യന്തോൾ. അപ്പം ഞാൻ ഡിവൈന് കാണിച്ചു കൊടുക്കുന്നത് ആ അറ്റത്ത് പോൾസൺ പാപ്പൻ്റെ വീട് ഇവിടെ കാണുന്നതാണ് കൊച്ചു പോളച്ചൻ്റെ വീട്, ബേബിമാരുടെ വീട്. ഇതിപ്പോൾ ഈ കാണുന്ന വീട് അപ്പോൾ ഇത് തന്നെ വീട്. ഇവിടെ ഓഫീസ് ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കല്യാണാലോചന ഉണ്ടായത്, അക്കീടിയും പോൾസൺ പാപ്പൻ്റെയും. അതായത് ഈ ഒരൊറ്റ വരിയാണല്ലോ. അപ്പോൾ ഈ വീടുകളിലേക്ക് ഒരു കണക്കിയാണ് മീൻ കൊണ്ടുവരിക. അന്നൊക്കെ കണക്കികൾ കൊട്ടയിൽ മീൻ കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവന്ന് സംസാരത്തിൽ ഇങ്ങനൊരു മോൻ അവിടെ ഉണ്ടെന്നും ഇവിടെ പെങ്ങളുടെ ഒരു മോൾ ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് കല്യാണം നടന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെ കടക്കുമ്പോൾ എപ്പോഴും ഞാൻ കുട്ടികളോട് ഈ കഥ പറയും കേട്ടോ, ഇങ്ങനെയാണ് ഒരു മീൻകാരി വഴിയാണ് കല്യാണം നടന്നതെന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇപ്പം ഇത് കൂടെ പോണത് എന്താണെന്ന് വെച്ചാൽ പൂങ്കുന്ന റോഡൊക്കെ ബ്ലോക്കാക്കിയിട്ടൊക്കെയാണ്. അവിടെ റോഡ് പണിയാണ്, എവിടെ തിരിയുമ്പോൾ റോഡ് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു കറക്റ്റ് സമയത്തിന് എത്താവുമെന്ന്. പക്ഷേ കറക്റ്റ് സമയത്ത് എത്തി. ഞങ്ങൾ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ശോഭ സിറ്റിയിലായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, ശോഭ സിറ്റിയിലായിരുന്നു. അപ്പോൾ ശോഭ സിറ്റി എന്ന് പറഞ്ഞ് ഞാൻ കയറുമ്പോൾ എനിക്ക് അപ്പോൾ ഓർമ്മ വരെ ബെച്ചതയിലത്തെ ത്രേസി ആൻറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ മരിച്ചിട്ട് പോയതും കാണിച്ചതൊക്കെ. ത്രേസി ആൻറ്റി എന്ന് പറഞ്ഞാൽ മാർച്ച് 15-ാം തീയതി വരാൻ പോകുന്നു. ത്രേസി ആൻറ്റിയുടെയും ഡിമ്പിളുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ത്രേസി ആൻറ്റീനെ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ പറയില്ലേ, കഴിഞ്ഞ വർഷം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ വർഷം ആളുണ്ടാവോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, വിളിക്കുമ്പോൾ പോകാണ്ട് പറ്റില്ല. ആൾക്ക് ഇതിൻ്റെ ഉള്ളിൽ 2-3 ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ശോഭയിലേക്ക് കയറുമ്പോൾ അപ്പം എനിക്ക് ത്രേസി ആൻറ്റീനെ ഓർമ്മ വരാം. കാരണം അതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണമല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഓണത്തിൻ്റെ ഷൂട്ട് വരെ ത്രേസി ആൻറ്റിയുടെ ഇല്ലത്ത് വെച്ചിട്ടായിരുന്നു. ത്രേസി ആൻറ്റിക്ക് അവിടെ ഇല്ലുണ്ട്. പിന്നെ നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ അവരുടെ റിസോർട്ടിലാണ് താമസിക്കാറ്. അപ്പം അങ്ങനെ ശോഭ സിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ത്രേസി ആൻറ്റീനെ ഓർക്കാണ്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ നോക്സിൽ കയറി. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഫിലിമാണ് കേട്ടോ. അപ്പോൾ ആരും സത്യം പറഞ്ഞാൽ അങ്ങനൊരു ഫേസ് കണ്ടിട്ടുണ്ടാവില്ല ചാക്കോച്ചൻ്റെ. അത്രയും ഒരു എന്താ പറയുക, വേറൊരു പാറ്റേൺ. സാധാരണ ഇൻസ്പെക്ടേഴ്സ് ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചാക്കോച്ചനെ ചോക്ലേറ്റ് പയ്യൻ പോലെ കണ്ടിട്ട് ഇതിൽ ശരിക്കും നല്ല ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സ്വതവേ കുറ്റാന്വേഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരും അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട്, നമ്മൾ പറയില്ലേ സ്വസ്ഥമായിട്ട് ഒരു ബഹളങ്ങളും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ അതിനാണ് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് 2 പേരെയും കൂടി വിടുന്നത്. കാരണം അവരുടെ ഈ പ്രായത്തിൽ അവർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർ കുട്ടികൾക്ക് വേണ്ടിയും പിന്നെ വീടിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അവരെ ഇതുപോലെ വിടുന്നത്. അവരൊരു സിനിമ കണ്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാൻ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവരധിക ഭാഗം പോവാറ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് നിർബന്ധമായിരുന്നു നമുക്ക് ഒന്നിച്ച് പോകാമെന്നുള്ളത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് അകത്തുനിന്നൊന്നും കാര്യമായിട്ട് വാങ്ങിയില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിറങ്ങി. പിന്നെ ബേബി സണ്ണിൽ ഇറങ്ങിയപ്പോൾ ഒരു ബോട്ടിൽ ജ്യൂസും വാങ്ങി. ഇവിടെ കയറിനോട് കൂടി അത് കുടിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ പിന്നെ എ സിയിലായതുകൊണ്ട് എന്തോ അങ്ങനെ ദാഹിക്കുകയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇറങ്ങി നേരെ ഞങ്ങൾ ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് പ്യുവർ വെജിറ്റേറിയൻ സംഭവങ്ങൾ 1-2 ഉണ്ടായിരുന്നു. ദേശീയ സ്ട്രീറ്റ് ഫുഡ്, പിന്നെ ഇപ്പുറത്ത് ശ്രീ എന്തോ സംഭവം കുറച്ചും കൂടി അങ്ങനെ നീങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ ഇഷ്ടത്തിന് സംഭവം വാങ്ങിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാനും ഡാഡി ആയാലും എന്ത് സംഭവത്തിലും കൂടുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ ഞങ്ങളും കഴിച്ചോളാം. അല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടം നോക്കി നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് ഒരു ഇഷ്ടത്തിന് ഒരു ദോശ വേണമെങ്കിൽ കഴിച്ച് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ എന്തും കഴിക്കാം. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നമ്മൾ എപ്പോഴും ഓരോ പ്രാവശ്യം ഓരോന്ന് ട്രൈ ചെയ്യണം. കാരണം നമുക്ക് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴാണ് അക്കി വീഡിയോ അയച്ചത്. ഇവിടെ പോൾസൺ പാപ്പനും മോനും കൂടിയിട്ട് തുള്ളി കളിക്കുകയാണ് കേട്ടോ. അവനിവിടെ വന്നാൽ പിന്നെ എന്താ പറയുക, വേറൊരു ലോകത്തുള്ള പോലെ. ഇപ്പോൾ പോൾസേട്ടന് ഇന്ന് ഒരു മരണം ഉണ്ടായിരുന്നു. പോൾസേട്ടൻ്റെ അടുത്തൊരു ബന്ധു മാത്രമല്ല, നല്ല അടുപ്പമുള്ള ഒരാളാണ് അച്ഛൻ ജോയ് എന്ന് പറയുക പോൾസേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ മരിച്ചു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് പോൾസേട്ടൻ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കറിയാം പോൾസൺ പാപ്പന് അത്രയും മനസ്സുകൊണ്ട് അടുത്ത് നിർത്തിയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾച്ചേട്ടൻ പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം നമ്മളിത് ട്രൈ ചെയ്തത് നമ്മുടെ ഇതാണ് ഉപ്പൂരി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ്. അപ്പോൾ ഡിവൈൻ എന്ത് തന്നെയായാലും ഒരു അവിൽ മിൽക്ക് കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ഡാഡിക്കും കൂടി ഒരെണ്ണം വാങ്ങി. അതായത് ഒരെണ്ണം മുഴുവൻ കുടിക്കാൻ പറ്റില്ല, മധുരം ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒന്നും തുടരണ ആളല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തോ ഒരു സംഭവം, അത് ഡിവൈൻ വിശദമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും എടുക്കുക. കാരണം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണോ എങ്ങനെയൊക്കെ നടക്കണം, അതാണ് എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഡിവൈനോട് അല്ലെങ്കിൽ ഡിമ്പിളിനോട് പറയും, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുക എന്ന് പറയും. ഇവരുടെ പിന്നാലെ നടന്ന് പറഞ്ഞിട്ട് 5 പൈസയ്ക്ക് കാര്യമില്ല. മടി ഒരു വശത്ത്, അവർ കിട്ടുന്ന സമയം എന്തെങ്കിലും ചെയ്ത് മിണ്ടാണ്ടിരിക്കാൻ നോക്കുകയാണ് കേട്ടോ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ ചൂടും കൂടി ആയപ്പോൾ നല്ല കേമായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ശോഭ സിറ്റിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞ് ഇവർക്ക് അവിടെ നിന്ന് ഡയപ്പറും കാര്യങ്ങളൊക്കെ അവിടുത്തെ മറ്റേ മോളിൽ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു, മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പക്ഷേ ഇവർ സത്യം പറഞ്ഞ വർത്താനം പറഞ്ഞ് കുട്ടികൾ എടുക്കേണ്ട ആ ഒരു ഇതിൽ അതാ മറന്നുപോയി. എന്നാൽ പിന്നെ നമുക്ക് കേരളയ്ക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതും മറന്നു. പിന്നെ നേരെ കുട്ടികളെ കൊണ്ടുവരാമെന്നുള്ളത്. ശരിക്ക് 2:15 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഒരു 15 മിനിറ്റ് എക്സ്ട്രാ അവിടെ വേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കുട്ടികളുടെ അടുത്തേക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ അത് ഞാനിതിങ്ങനെ ഓരോ സ്പോട്ട് ഇങ്ങനെ ഇത് കാണിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ട്. ഇത് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ആൻഡ്രൂസിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്ന് സ്പോക്കറ്റ് റോഡ്, അതായത് റൈറ്റിലേക്കുള്ള റോഡ്, അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂളുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇനിയിപ്പോൾ വെക്കേഷൻ സമയമായി തുടങ്ങി, സമ്മർ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ആ വഴി തെറ്റുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് ആ കോർണർ തിരിഞ്ഞ് തോപ്പ് സ്റ്റേഡിയം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതോടുകൂടി റൈറ്റ് സൈഡിൽ ആ സർവീസ് റൂട്ടിൽ കൂടെ അങ്ങോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് സ്കൂൾ. അങ്ങനെ ഞാനാണ് ഇട്ടൊന്ന് കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ പോയത്. അങ്ങനെ പിള്ളേർസിനെ 2 കൊണ്ടുവന്ന് അപ്പോഴേക്ക് അവർക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെ കയറ്റി. അപ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉത്തരവാദിത്തോടു കൂടിയിട്ടുള്ള അവരുടെ പെരുമാറ്റം. നമുക്കതാണ് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ചാക്കോച്ചനെ കൊണ്ടാക്കേണ്ട കാര്യമൊക്കെ മാമിനോട് ചോദിച്ചറിഞ്ഞു. പക്ഷേ അവന് അതിനുള്ള പ്രായമായിട്ടില്ല. എന്നാലും പിന്നെ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്രയും അവനിവിടെ കിടന്ന് ബോറടിക്കരുത്. അവിടെ ആകുമ്പോൾ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നമുക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതേ നമ്മുടെ വീട് എത്താറായി ഇറങ്ങണില്ലേന്ന്. നമ്മൾ ഇന്ന് ഇറങ്ങിയില്ല കേട്ടോ. ഇന്നൊരു സർപ്രൈസായിട്ട് അക്കിയുടെ വീട്ടിലേക്ക് പോകാം. സർപ്രൈസല്ല, നമ്മുടെ ചാക്കോച്ചൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്വസ്ഥമായിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച്. ഇനിയിപ്പോൾ എന്തായാലും 2:30 ആയിട്ടുള്ളൂ. ഒരു 5 മണി 6 മണി വരെയാണല്ലോ നമ്മുടെ സമയം. 6 മണിയാണല്ലോ ചായയുടെ സമയം, നിങ്ങൾക്കറിയാമല്ലോ. അതുവരെ എല്ലാവരും അവരവരുടെ റൂമിൽ പോയി കിടക്കാറാണ് പതിവ്. എന്നാൽ പിന്നെ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ, നമുക്ക് അക്കിയുടെ വീട്ടിലേക്ക് പോവാം, ചാക്കോച്ചനെയും കൊണ്ട് വരികയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പക്ഷേ അവിടെ ചെന്നോട് കൂടിയിട്ട് എന്താ പറയുക, ചെല്ലുമ്പോൾ നമ്മുടെ ചാക്കോച്ചൻ കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷേ പിള്ളേർസിൻ്റെ ഒച്ച കേട്ടിട്ട് അവനാദ്യം ചാടി എണീറ്റു. അപ്പോൾ പോൾസൺ പാപ്പൻ ഞാൻ പറഞ്ഞില്ലേ വരന്തരപ്പള്ളിയിലേക്ക് മരിച്ച വീട്ടിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ കിടക്കുക, ചാക്കോച്ചൻ കിടന്ന് ഉറങ്ങുക, ചാക്കോച്ചൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇവരുടെ ഒച്ച കേട്ടതും ചാക്കോച്ചൻ ചാടി എണീറ്റു. പിന്നെ അവൻ ഉറങ്ങില്ല. അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവരാൻ വരണമെന്ന് വിചാരിച്ചിട്ട് അക്കിയുടെ മേത്തേക്ക് അങ്ങോട്ട് ചാടിപ്പോയി കണ്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. അപ്പോൾ ഞങ്ങളിനി അവനെ കൊണ്ടുപോകാമോ എന്ന് വിചാരിച്ചിട്ട് അക്കിയുടെ മേത്തേക്ക് അങ്ങോട്ട് ചാടി, ഞാനില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പം അക്കി പറഞ്ഞു പോണ്ട, എൻ്റെ മോൻ ഇവിടെ നിന്നിരുന്നു. അവനും വിചാരിച്ചിട്ടില്ല ഇത്ര നേരത്തെ ഞങ്ങൾ അവനെ കൊണ്ടുവരാൻ വരുന്നുള്ളത്. അങ്ങനെ ദേ അക്കിയുടെ കൂടെയുള്ള കളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചി പോയിട്ട് ചായ വെച്ച് വരുമ്പോഴേക്കും ആദ്യത്തെ ഒരു കോള് വന്നു, ഇതാ AC കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞ് ഡാഡി ഇവിടെ വന്ന് തുറന്ന് ഇതൊക്കെ അകത്ത് വെച്ച് തിരിച്ച് വന്നപ്പോഴേക്കും ഇതാ അടുത്ത കോള് വന്നു, പഴയ AC മറ്റേ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ടെന്ന്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം മതി, എന്നാൽ അങ്ങോട്ട് പോവുക. കാരണം നമ്മൾ പോയിട്ട് 3 വട്ടം ഡാഡി വന്നു പോയി. എന്നാൽ ഇനിയിപ്പോൾ അപ്പം ഞാൻ ഡിവൈനോട് പറഞ്ഞു, മക്കൾ വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ 6 മണിയാകുമ്പോൾ ഡാഡിനെ ഞാൻ വിടാൻ പറഞ്ഞു. വേണ്ട മമ്മി, ഇനിയിപ്പോൾ നമുക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഈ മേശ നീക്കി. അപ്പോൾ പിന്നെ ഡാഡി എന്ത് വിചാരിച്ചു, ഈ വശം കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നിറച്ച്
ഇതിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വൃത്തികേട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഇങ്ങനെ ഇട്ട്, അതും ഇങ്ങനെ സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ് ഇങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അതിൻ്റെ മുകളിൽ വല്ല സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 2 കൊറിയർ ഇന്ന് വന്നത്, ഒന്ന് ഡിവൈനും ഒന്ന് എനിക്കും. ഒന്ന് ഇത് ഞാൻ എന്താ പറയുക, കുറേ നാളുകളായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇതെങ്ങനെയാണ്, എന്തായിരിക്കും എന്ന് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് വേണം എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ പലതരം ഷോ പീസുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ബുദ്ധയുടെ ഉണ്ട്, ഫെൻഷോയുടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കുറേ പേര് ഇതിനെ എന്താ പറയുക, പിന്നെ നമ്മളുടെ ദുബായിലത്തെ കുറേ ഷോ പീസുകളുണ്ട്, അതുമൊക്കെ അറബിയാണ് എഴുതുക. അപ്പോൾ ഒരു തരം ആൾക്കാരുടെ മനസ്സിൽ എങ്ങനെയാ വെച്ചാൽ, അതുപോലെ ഡിംപിളിൻ്റെ നടരാജ വിഗ്രഹമുണ്ട് ഇവിടെ, ഡാൻസിൻ്റെ അരങ്ങേറ്റത്തിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പറ്റം ആൾക്കാരുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരെന്തോ ഹിന്ദുക്കളുടെ ആചാരമാണോ അതോ മുസ്ലിംസിൻ്റെ ആണോ, ഇവർക്ക് എന്താ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വാസം, അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയണത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഷോ പീസുകളാണ്, നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ കൗതുകം തോന്നി വാങ്ങിക്കുന്നതാണ്. അതുപോലെ അറബി എഴുതി എന്ന് വിചാരിച്ചിട്ട് അതൊരു മുസ്ലിമിൻ്റെ സംഭവമോ അല്ലെങ്കിൽ മുസ്ലിമിലുള്ള വിശ്വാസമോ അങ്ങനെയൊന്നുമല്ല. അതുപോലെ നടരാജ വിഗ്രഹം വെച്ചു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ചലങ്ക കൂടെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് അതും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളുണ്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, 10 കൽപ്പനകൾ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിലുണ്ടല്ലോ ഇങ്ങനെയുണ്ട് ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞ അവസരത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ ജാതി ആൾക്കാരെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് ഒരു കുഴിയിൽ അടക്കിയ കാലമാണ്. അപ്പോൾ എന്നിട്ടും ഇപ്പോഴും ഇങ്ങനത്തെ കുട്ടി ഇത് എന്താ പറയുക, പൊട്ട ചിന്തകൾ തന്നെയേ ഞാൻ പറയുള്ളൂ. ചിന്തിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നും. ഞങ്ങളിന്ന് ഗ്രൂപ്പിലും ചർച്ച ചെയ്തത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. കണ്ടു എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, നമ്മൾ ശരിക്കും വെള്ളം വീണ പോലെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ സമയം, അപ്പോൾ ഡിവൈനും പറഞ്ഞു എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ട് മമ്മി, പക്ഷേ ഈ ബുദ്ധനെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കാഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ ഞാനെന്തോ ഡിവൈൻ്റെ മനസ്സറിഞ്ഞ് ചെയ്ത പോലെ 2 എണ്ണമാണ് വാങ്ങിയത്. അപ്പോൾ ഒരെണ്ണം മുകളിലും കത്തിക്കാം, ഒരെണ്ണം താഴെയും കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ശരിക്കും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പുക. അതായത് ഈ കോണിൻ്റെ അടിയിലൊരു ഓട്ടയാണ്. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ അതിൻ്റെ ഹോളിൽ കൂടെ അടിയിലേക്ക് ഇങ്ങനെ പുക വന്നിട്ട് നേരെ അതിൻ്റെ ആ വഴി കൂടെ ഇങ്ങനെ ശരിക്കും വരികയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര കൗതുകം തോന്നുകയെന്ന് പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തിട്ടായാലും കുട്ടിയാണ്, കുഞ്ഞിതാണ്, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഷോ പീസിൻ്റെ കൂട്ടത്തിൽ അതും വെച്ചിട്ടുണ്ട്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണം തോന്നി വാങ്ങിച്ചതാണ്. അപ്പോൾ ഡാഡി എന്തായാലും സെറ്റിയൊക്കെ നീക്കിയിട്ടതല്ലേ, എന്നാൽ പിന്നെ മറ്റേ സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ എന്ത് ഭംഗിയില്ല നോക്കി വീണത്, കറക്റ്റ് ഇതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെന്നാ പറയുക, ബുദ്ധ എന്നടിച്ചാലോ അല്ലെങ്കിൽ എന്തിട്ടാ ഇതിൽ ഞാൻ ചെയ്ത് നോക്കിയത് എനിക്കറിയാം. എനിക്കൊന്ന് ഇപ്പം ഞാൻ ആ ബോക്സ് വെച്ചില്ല, ആ ബോക്സും എഴുതിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതിൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ ഇതിൻ്റെ ഏത് ഇതിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഷോപ്സിൽ നിന്നാണ് വാങ്ങിച്ചതിൽ, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏതാണ് എന്താണെന്നുള്ളത് കേട്ടോ. വളരെ കുട്ടിയാണ്, 100 രൂപ താഴെയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പീസിന് കേട്ടോ. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇവിടെ ഓച്ചും കുട്ടികളും കൂടിയിട്ട് കളിയും ബഹളമൊക്കെ തുടങ്ങി. ഇവിടെ AC ഇനി ഫിറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഫിറ്റ് ചെയ്തതിന് ശേഷം കർട്ടനുകളൊക്കെ എടുത്ത് ഒന്നും കൂടി വാഷ് ചെയ്യാം. കാരണം ഞാനൊരു സൂത്രം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാനൊരു സംഭവം വാങ്ങിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കുട്ടി സംഭവങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പത്തിലാണ് ഞാനത് വാങ്ങിക്കണത്. അപ്പം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളത്. സർപ്രൈസ് ഒന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. അങ്ങനെ ഈ കോർണർ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ഭയങ്കര വൃത്തികേട്. അതായത് വലിയ ഫ്രിഡ്ജ് കടത്തുമ്പോൾ ആ വക്ക് മൊത്തം പൊട്ടിയതാണ്. അന്ന് തൊട്ട് ഈ ചുമരും ഭയങ്കര അഴുക്കൊക്കെ, അത് ഡിവൈൻ ഉരച്ച് കഴുകിയതിന് ശേഷം ചുമര് വെടുപ്പായി. പിന്നെ ഞങ്ങൾക്കതൊന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ പിള്ളേർസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടുകൊണ്ട് തോമുക, ഡ്രസ്സൊക്കെ ഊരി, അതുകൊണ്ടുള്ള കളിയാണ് കേട്ടോ. അപ്പോൾ 3 ആളും പുറത്ത്. അപ്പോൾ ഞങ്ങൾ പറയും സന്ധ്യ നേരം ആകുമ്പോൾ കുറച്ച് നേരം മുറ്റത്ത് കിടന്ന് കളിച്ചോട്ടെ, കാരണം വെയിൽ ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി ഞാൻ മറ്റേ ബുദ്ധയുടെ അവിടെയുള്ള മറ്റേ സാമ്പ്രാണിയും കത്തിച്ചു. സാധാരണ നമ്മൾ ചെയ്യണ പോലെ എല്ലാ ദിവസവും ആ പ്രയറിൻ്റെ സമയത്തുള്ള തിരിയും അവിടെ കത്തിച്ചു.
അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മുടെ സന്ധ്യ നേരത്ത് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഒരു ആംബിയൻസാണ്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മണവും നല്ലൊരു നമ്മൾ പറയില്ലേ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് കടന്ന പോലെ എന്ന് പറയും, പള്ളിയിലേക്ക് കടന്ന അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങൾ ഇപ്പോൾ കണ്ടറിയാം, സന്ധ്യ നേരത്ത് ചില ദിവസം കിടക്കുമ്പോഴും ചില സമയത്ത് ഞാൻ കത്തിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങാറുണ്ട്, എവിടെയെങ്കിലും താഴെ സേഫായിട്ടുള്ള എവിടെയെങ്കിലും വെച്ചിട്ട്. ഇതാണ് ഡിവൈനിന് വന്നിട്ടുള്ള സാധനം. നമ്മുടെ ബട്ടർഫ്ലൈയുടെ തന്നെയായിരുന്നു ചോപ്പർ. പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ത്രെഡ് വിട്ടു പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈനും പറഞ്ഞു സെയിം സാധനം വാങ്ങിച്ചാൽ മതി. കാരണം ഞങ്ങൾ 2 വർഷത്തോളം ഒരു പ്രശ്നമില്ലാണ്ട് ഏറ്റവും ഭംഗിയിൽ ഉപയോഗിച്ചതാട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എന്താ പറയുക, ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണേ. ഇത് ബട്ടർഫ്ലൈയുടെ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചായ, ഇന്നത്തെ ചായ ഡിവൈൻ്റെ വകയായിരുന്നു. ചായ വെച്ചു. അതുപോലെ തന്നെ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2-3 കുക്കറുകൾ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒന്നാണ്, 2 പുറത്തെടുത്തെങ്കിലും അതങ്ങോട്ട് ഉഷാറായില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പുതിയത് ഒരെണ്ണം വിചാരിച്ചിട്ട് അതെടുത്തു. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലും കുക്കർ ചീറ്റി. നമ്മുടെ വീട്ടിൽ കുക്കർ ചീറ്റില്ല സാധാരണഗതിയിൽ. അത് ഇൻഡക്ഷനിൽ വെക്കണത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. സംഭവമൊക്കെ വേവും, എല്ലായിടത്തും കാണില്ലേ 2 ചീറ്റ് 3 ചീറ്റ്, അത് കേൾക്കാറില്ല. അങ്ങനെ ഞാൻ കോൺ കുറച്ചെടുത്തിട്ട് ഉപ്പും ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് വേവിച്ചിട്ട് അതിൽ ബട്ടർ ഇട്ടിട്ടാണ് ഒരു പ്ലേറ്റിലാക്കി അവിടെ വെച്ചതിട്ട് കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാമെന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിത് വീണ്ടും കാണിക്കാൻ കാരണം കണ്ടമാനം പേര് ഇതെൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചായിരുന്നു. പക്ഷെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ സ്റ്റാറ്റസ് ഫോട്ടോ ആയിട്ട് ഇടാത്ത കാരണം അവർക്കിത് ചോദിക്കാൻ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പലരും ഇതാണ് ചോദിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചാൽ ശോഭയിലൊക്കെ പോയി പിന്നെ കിടന്നുറങ്ങിയൊക്കെ എണീറ്റ് 7 മണി തൊട്ടാണ് ഞാൻ ശരിക്കും ബിസിനസ്സിൻ്റെ ഈ ഫോൺ എടുത്തതും നോക്കിയതൊക്കെ. അപ്പോൾ എനിക്ക് കുറേ പേര് ഇതാ ചോദിച്ചേക്കണം. പക്ഷെ അവർക്ക് ഫോട്ടോസ് എന്താണെന്ന് പറയാൻ അറിയില്ല. ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൈ ഫോട്ടോ എടുത്തിട്ട് ആൻറ്റിയുടെ പോലത്തെ ഈ വള അല്ലെങ്കിൽ മമ്മിയുടെ പോലത്തെ ഈ വള എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് അതും കമ്പി വള എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സെയിം സംഭവം. അപ്പോൾ 1-2 കുട്ടികൾ പറഞ്ഞു 2 ദിവസം മുമ്പിട്ട് ആ കമ്പി വളയുടെ ഫോട്ടോസ് ഒന്ന് ഇടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അന്ന് എടുത്ത അതേ വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് നേരെ ഞാനിപ്പോൾ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് അന്ന് തന്നെ ഞാൻ കാണിച്ച സ്പ്ലിറ്റ് ബാംഗിൾസാണ്. ഇത് ഒരുവിധം ഒക്കെ പോയിട്ടുണ്ട്, എന്നാലും സംഭവം സ്റ്റോക്ക് ഉണ്ട്, റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എത്തിച്ച് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോയമ്പ് കഴിയുന്നതോട് കൂടി മാമോദീസകൾ ഇതിപ്പോൾ ഇനി വെക്കേഷനായിട്ട് കുട്ടികളൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയമാണ്. കണ്ടമാനം പേര് വരുന്നവർ ഇതേ ഞങ്ങൾ ഇത്രാം തീയതി വരും ആൻറ്റി, പാക്ക് അയച്ചേക്ക് അല്ലെങ്കിൽ ഒക്കെ സെറ്റാക്കി വെച്ചേക്ക് എന്ന് പറയുന്നവരാണ്. എനിക്ക് ഇപ്പോഴാണോ വെക്കേഷൻ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കുറേ പേര് ഈ സമയത്താണ് വരുന്നത് കേട്ടോ. കുറേ പേരുടെ കുർബാന സ്വീകരണം ഉണ്ട്, മാമോദീസ ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മളുടെ ആഷയുടെ കൊച്ചിൻ്റെയും മാമോദീസ ഈ മാസം തന്നെയാണ്. ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാമോദീസ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആഷയുടെ കുട്ടീനെയും ശില്പയുടെ കൊച്ചുങ്ങളെ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ 2 പേര് അവരാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഭംഗി തന്നെ. സെയിം മോതിരം ഉണ്ട് കേട്ടോ, മോതിരമുണ്ട്, ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്മലുണ്ട്. അപ്പോൾ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അന്നും പറഞ്ഞായിരുന്നു കേട്ടോ. ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്നും കൂടി കാണണം അല്ലെങ്കിൽ പറയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഞാനതിൽ എപ്പോഴെങ്കിലും മറുപടി തരാണ്ടിരിക്കില്ല. ആ മറുപടി തരുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഇന്ന സാധനം വേണം ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞാനത് അയച്ചു തരും. അപ്പോൾ ഇത് ഞാനൊരു പരീക്ഷണം, നിങ്ങൾ വിചാരിക്കും ചോറിൻ്റെ കൂടി ഇതെന്ത് ഈ കൊക്കക്കോള വെച്ചിട്ട്. ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയായിരുന്നു, ചോറും ചമ്മന്തിയും മറ്റേ ഉണക്കപ്പയർ ചാറ് വെച്ചതും പിന്നെ എന്തിട്ടായിരുന്നു ഇന്നലത്തെ ചീരയുടെ ഉപ്പേരി കുറച്ചുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഒന്നുമല്ല, ഞാൻ എവിടെയോ കണ്ടു നമ്മളുടെ വൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രിഡ്ജിൽ നല്ല മധുരമായിട്ടുള്ള വൈൻ ഇരിക്കുന്നുണ്ട്, അതിൽ സോഡ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളതൊന്ന് പരീക്ഷിച്ച് വെറുതെ നോക്കിയത്, കുറച്ചെടുത്തിട്ട് ഒന്ന് സോഡ അടിച്ച് വെച്ച് നോക്കിയത്, നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും കൊക്കക്കോളയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ എസൻസൊക്കെ കിട്ടും. പക്ഷേ ഇത് നമ്മളുണ്ടാക്കിയ പഴം കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വൈന ഒന്നും അതിൽ ചേർത്തിട്ടില്ല. പ്ലസ് സോഡ എന്ന് പറഞ്ഞതും നമ്മളുടെ വീട്ടിലെ വെള്ളമാണ്, സോഡ മേക്കറിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നെയായാലും ധൈര്യമായിട്ട് നല്ലൊരു ഡ്രിങ്ക് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് വൈൻ ആണെന്ന് തോന്നില്ല, ശരിക്കും ഒരു കൊക്കക്കോള ലൈറ്റായിട്ട് കുടിക്കുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ വൈൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളോട് പറയാറില്ല, ഐസ് ബ്ലോക്കുകൾ ഇങ്ങനെ സൂക്ഷിക്കല്ല, കളക്ട് ചെയ്ത് വെക്കും. പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്കായാലും അത് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു 5 ആൾ ഒരുമിച്ച് വന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ വെള്ളമുള്ളെങ്കിൽ ഒന്നെങ്കിൽ ആ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് എക്സ്ട്രാ ഐസ് ഇടും, അല്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞ് നമുക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലം, അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐസ് നമ്മൾ എല്ലാതും സൂക്ഷിച്ചിങ്ങനെ ശേഖരിച്ച് വെക്കുന്നില്ല. ആ കൂട്ടത്തിൽ വെള്ളവും കട്ടയാക്കി ശേഖരിച്ച് വയ്ക്കുക, ഇത്ര പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കുടിക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ബബിൾസ് അല്ലെങ്കിൽ ട്രേ ഇല്ലയെന്ന് വെക്കുക, കുട്ടി കുട്ടി ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ കുട്ടി കുട്ടി പാത്രങ്ങളുണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ, സ്റ്റീൽ പാത്രമോ അലൂമിനിയത്തിൻ്റെയോ ഗ്ലാസ്സോ എന്തുണ്ട്, ഇതിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെക്കുക. ഒരു ചിലവും എക്സ്ട്രാ നമുക്ക് വരുന്നില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം കട്ടയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തണുക്കാത്ത വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ വെള്ളം ഗ്ലാസ്സിൽ നിന്ന് അത് വിട്ടു പോരും. അപ്പോൾ നല്ല തണുത്ത വെള്ളമായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടി കുട്ടി സൂത്രങ്ങളാണ്. അപ്പോൾ ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പറയൂ ഞങ്ങൾ തണുത്ത വെള്ളം വെക്കാറില്ല. അപ്പം നാളെ മേലാക്കം നിങ്ങളുടെ വീട്ടിലൊരാൾ വരുമ്പോൾ നിങ്ങൾക്കും അയ്യോ ഞങ്ങൾ തണുത്ത വെള്ളം വെക്കാറില്ല എന്ന് പറയേണ്ട ഒരവസ്ഥ വരാണ്ട് ഇതിൽ നിന്ന് ഒരു കട്ട ഐസ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം വെക്കാറില്ല എന്നും പറയേണ്ട, അവർക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ കുട്ടി കുട്ടി കാര്യങ്ങളല്ലേ, ഇതൊക്കെ നമുക്ക് കണ്ണടച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യാം. അങ്ങനെ ശരിക്കും പറഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോഴാണ് ഡിമ്പിൾ പറഞ്ഞത്, മമ്മി ഇതേ നമ്മൾ നേരത്തോടെയാണ് ഇത് വെച്ചിരിക്കണത്, നമ്മളിത് അകത്തെടുത്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരേ നേരത്താണ് ഞാൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ എന്നോട് പറയാം മമ്മി ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഈ സംഭവം എടുത്ത് അകത്തേക്ക് വെച്ചു. കാരണം എങ്ങനെ ഗേറ്റ് ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് സിറ്റ് ഔട്ടിലാണ് ഇരിക്കേണ്ടത്, റോട്ടിൽ നിന്നേ കാണാം ഇത് പുറത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ എന്തിനാ പരീക്ഷിക്കാൻ നിൽക്കണേ, അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാനും ഡിമ്പിളും കൂടിയിട്ട് അതെടുത്ത് അകത്തേക്ക് വെച്ച് അവിടെ വാതിലടച്ചു. കാരണം എന്തിനാ പരീക്ഷണം വേണ്ടല്ലോ, സംഭവം എടുത്തു കൊണ്ടുപോകാൻ പാടാണ്, എന്നാലും വേണ്ട, എന്തിനാ വെറുതെ നമ്മൾ പറയില്ലേ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാത്ത കാര്യങ്ങളും പറ്റാത്ത എന്താ പറയുക 90% പറ്റില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം അവിടെ വയ്ക്കുക. കാരണം നമ്മൾക്ക് പറ്റാത്തത് അവർക്കും പറ്റില്ലല്ലോ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ സമയത്ത് നമ്മുടെ ചെറിയൊരു അശ്രദ്ധയാവും ഏറ്റവും വലിയ അപകടം നമുക്ക് വന്ന് ചേരുക. അപ്പോൾ അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളും കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഡാഡി ആയാലും പറഞ്ഞു വേണ്ട അത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അത്ര കിടന്നത്. പക്ഷേ എനിക്കും ഡിമ്പിളും കിടന്നു കഴിഞ്ഞപ്പോൾ സംഭവം അത് എടുത്ത് കൊണ്ടുപോയില്ലായിരിക്കും, എന്നാലും ചിലപ്പോൾ ഉറക്കം വരില്ല കിടന്നു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളുടെ പടിയാണ് അതെടുത്ത് അകത്ത് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ നമ്മുടെ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടാവും ഇവിടെ AC ഉണ്ടായിരുന്നത്, അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വെക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അങ്ങനെ അത് ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടി പുറത്ത് പോവുക, കുറച്ച് നേരം ചേച്ചിയുടെ അടുത്തിരിക്കുക, ഒന്നിച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് വന്ന് നമ്മളുടെ പുതിയ ഒരു സംഭവങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾക്ക് ഓരോ സാധനങ്ങൾ പുതിയത് നമ്മളുടെ വീട്ടിൽ വരുമ്പോഴും നമ്മൾക്ക് എന്താ പറയുക മനസ്സിന് ഭയങ്കര സന്തോഷമാവും, നമുക്കും ഓരോന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് നമ്മളെപ്പോഴും തമ്പുരാനോട് നന്ദി പറയുകയും വേണം. അപ്പോൾ ഇന്നത്തെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരേക്ക് ബൈ.